إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ ജീവിതത്തിൽ തഖ്വ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ, അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളും പോരായ്മകളും കുറ്റങ്ങളും തിന്മകളുമെല്ലാം അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട്, വിശാലമായ ഫദ്ൽ കൊണ്ട്, കരുണ കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കുടുംബപരമായി. അല്ലാഹു എല്ലാ ആളുകൾക്കും പൂർണ്ണാർത്ഥത്തിലുള്ള ശിഫ, സൗഖ്യം, സമാധാനം, ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖിയായ ജീവിതം, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ അവൻ വിശാലമാക്കി മാറ്റുമാറാകട്ടെ. സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുമായി നടത്തുന്ന ഒരു സംഭാഷണം, പിശാച്, ശൈത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം, വാനലോകത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതിന് ശേഷം, അള്ളാഹുവിന്റെ ശാപമേറ്റതിന് ശേഷം പിശാച് അള്ളാഹുവുമായി നടത്തുന്ന ചില സംഭാഷണങ്ങൾ ഖുർആൻ സൂറത്തുൽ അറാഫിലൂടെ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അവിടെ പിശാച് അള്ളാഹുവിനെ മുഴുവൻ നടത്തുന്ന ചില ശപഥങ്ങളുണ്ട്, ചില വെല്ലുവിളികളുണ്ട്. ലഅഖൂദന്ന ലഹും സിറാതകൽ മുസ്തഖീം, അല്ലാഹുവേ
തീർച്ചയായും നിന്റെ അടിയാറുകളെ വഴിതെറ്റിക്കാൻ നിന്റെ നേരായ സിറാത്തുൽ മുസ്തഖീമിൽ, നേരായ പാതയിൽ ഞാൻ അവർക്ക് വേണ്ടി പതിയിരിക്കുന്നതാണ്, അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്, അവരെ കാത്തിരിക്കുന്നതാണ്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. അവർക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് മാത്രമല്ല, അവരെ വഴികേടിലേക്ക് തള്ളിവിടാൻ പ്രാപ്തമായ ഒരവസരം പ്രതീക്ഷിച്ചിരിക്കുന്നതിനോടൊപ്പം ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ മുൻഭാഗത്തുകൂടി ഞാൻ അവരെ സമീപിക്കാൻ ശ്രമിക്കും. അതിൽ പരാജയപ്പെട്ടാൽ ഞാൻ പിൻഭാഗത്തുകൂടി അവരെ സമീപിക്കും, വലതുഭാഗത്തുകൂടി ഞാൻ അവരെ സമീപിച്ചു നോക്കും, അവരുടെ ഇടതുഭാഗത്തുകൂടി ഞാൻ സമീപിച്ചു നോക്കും. അഥവാ അവരെ വഴിതെറ്റിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ ശ്രമിച്ചു നോക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ പിശാച് ശപഥം ചെയ്യാണ്. ആ സംഭാഷണം പിശാച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സുമ്മലാ തജിദു അക്സറഹും ഷാക്കിരീൻ വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. അള്ളാഹുവേ, പിന്നീട് അവരിൽ അധിക പേരെയും നിനക്ക് നന്ദിയുള്ളവരായിട്ട് കാണാൻ കഴിയൂല. പിശാചിന്റെ ദുർപ്രേരണകളിൽ അകപ്പെട്ടു പോയാൽ, അതിൽ വശീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അതിന്റെ ഒരു പര്യവസാനം എന്ന നിലക്ക് പിശാച് തന്നെ അവരെ പരിചയപ്പെടുത്തുന്നത് അവര് നന്ദിയില്ലാത്ത ആളുകളായിട്ട് മാറും, അവർ നന്ദി കെട്ടവരായി മാറും. അഥവാ പിശാച്, ശൈത്താൻ അവന്റെ ഏറ്റവും പരമമായ ലക്ഷ്യമായി കാണുന്നത് മനുഷ്യരെ നന്ദിയില്ലാത്തവരാക്കി മാറ്റിക്കളയുക എന്നുള്ളതാണ്. മനുഷ്യരെ നന്ദിയില്ലാത്തവരാക്കി മാറ്റുക, ശുക്രില്ലാത്തവരാക്കി മാറ്റുക. നമ്മേറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. പിശാചിന്റെ ദുർപ്രേരണകളിൽ അകപ്പെട്ട ആളുകളിൽ ചെയ്യുന്ന തിന്മകൾ എണ്ണിയാൽ നമുക്ക് തീരൂല. അത്രയധികം തിന്മകൾ. പക്ഷെ ആ തിന്മകൾക്കെല്ലാം പകരം പിശാച് ഇവിടെ ഉപയോഗിച്ചത് ഒരൊറ്റ പദമാണ്, അതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദം: ലാ തജിദു അക്സറഹും ഷാക്കിരീൻ, നന്ദി കെട്ടവരാക്കി മാറ്റുക. നാം ആലോചിക്കേണ്ടത് എന്താണ് ഈ നന്ദികേട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം പിശാച് മനുഷ്യരെ നന്ദി കെട്ടവരാക്കി മാറ്റുക എന്നുള്ളത് ലക്ഷ്യമാക്കി എടുത്തിരിക്കുന്നത്? സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു അതിനെ മറുപടി നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അല്ലാഹു പറയുമ്പോൾ പറഞ്ഞു: ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യരെ അള്ളാഹു ഒരു ബീജത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു. എന്തിനാണ് അവനെ സൃഷ്ടിച്ചത്? സൃഷ്ടിച്ചതിന് ശേഷം രണ്ട് മാർഗങ്ങളാണ് അള്ളാഹു മനുഷ്യ ജീവിതത്തിൽ വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഷാക്കിറായി അവനെ ജീവിക്കാം, അതല്ലെങ്കിൽ കഫൂറായി അവനെ ജീവിക്കാം. ഒന്നുകിൽ നന്ദിപൂർവം ജീവിതം നയിക്കാം, അതല്ലെങ്കിൽ നന്ദികോടുകൂടിയുള്ള ജീവിതം നയിക്കാം. അതിനിടയിലുള്ള മൂന്നാമത്തെ ഒരു മാർഗമില്ല. അതുകൊണ്ട് തന്നെ ഈ കഫൂറാക്കി മനുഷ്യരെ മാറ്റുക എന്നതാണ് പിശാച് ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നത്. ഒരാളിൽ നിന്ന് ഇസ്ലാം ഇല്ലാതായി മാറുമ്പോൾ, ഒരാൾ അള്ളാഹുവിനെ നിഷേധിക്കുമ്പോൾ നമ്മൾ അവർക്ക് വെക്കുന്ന ഒരു പേരാണ് കാഫിർ എന്നുള്ളത്. യഥാർത്ഥത്തിൽ കാഫിർ എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്തവരെ എന്നതാണ് അർത്ഥം, നന്ദികെട്ടവൻ എന്നതാണ് അർത്ഥം. അള്ളാഹുവിനെ നിഷേധിക്കുന്നതിനേക്കാൾ സ്വന്തത്തെ സൃഷ്ടിച്ച്, അവനെ സൃഷ്ടിച്ചൊരു മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിച്ച് അവന്റേതെന്ന് അവൻ കരുതുന്നതെല്ലാം അവന് നൽകിയ, അവനെ സംരക്ഷിച്ചു പോരുന്ന ആ സൃഷ്ടാവിനെ ഒരാൾ നിരാകരിക്കുക എന്നത് ഏറ്റവും വലിയ നന്ദികേടായതുകൊണ്ടാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളെ നമ്മൾ കാഫിർ എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ ഒരാളിൽ നിന്ന് ശുക്രില്ലാതായി മാറുമ്പോൾ അയാൾ കുഫറിലേക്കാണ് പോവുക. ഒരാളിൽ ഇസ്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളിൽ ശുക്ർ അധികരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അള്ളാഹു സൂറത്തു ബഖറയിലൂടെ പറഞ്ഞത്: വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്യുക, വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ കുഫ്ർ ചെയ്യരുത്. അഥവാ ഇസ്ലാമിന്റെ അന്തസത്ത എന്നുള്ളത് ശുക്റാണ്. ഒരു നിഷേധത്തിന്റെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ കുഫ്റിന്റെ അന്തസാരം അത് നന്ദിയില്ലായ്മയാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് സൂറ നഹ്ൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്: ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഋജുമനസ്കനായ, ഒരിക്കലും ശിർക്ക് ചെയ്യാത്തവനാണ് ഇബ്രാഹിം. അദ്ദേഹം ഒരു സമുദായമാണ്. വലം യകുൻ മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല.
എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത് എന്താണ്? അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല, അദ്ദേഹം മുസ്ലിമീങ്ങളിൽപ്പെട്ടവനായിരുന്നു എന്ന് പറയുന്നതിന് പകരം സൂറത്തു നഹ്ലിൽ പറയുന്നത് വലം യകും മിനൽ മുശ്രിക്കീന ശാകിറൻ ലിഅൻഉമി, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല, മറിച്ച് ശാകിറൻ ലിഅൻഉമി, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവനായിരുന്നു, ശുക്റുള്ളവനായിരുന്നു എന്നാണ് ഇബ്രാഹിം നബി അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. നൂഹ് നബിയെയും ആ രൂപത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നഹു കാന അബ്ദൻ ശകൂറ, നൂഹ് അലൈഹിസ്സലാം അങ്ങേയറ്റം ശുക്റുള്ള, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയാണ് എന്ന് നൂഹ് നബിയെ പറ്റിയും അള്ളാഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ അള്ളാഹു ഈ ലോകത്ത് വെച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം അത് അള്ളാഹുവിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഇബാദത്തുകൾ പോലും പരിപൂർണമായിട്ട് മാറുക. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. രണ്ടിടത്താണ് ഖുർആൻ അത് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരായിട്ട് മാറണം. വഅ്ബുദൂഹു വഷ്കുറൂ ലഹ്, സൂറത്തുൽ അൻകബൂത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വഷ്കുറൂ ലഹ്, അവരെ നിങ്ങൾ നന്ദി ചെയ്യുക, നന്ദി കാണിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ അതത് പരിപൂർണമാകണമെന്നുണ്ടെങ്കിൽ, അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ, ആ ഇബാദത്തുകളിൽ ജീവൻ വരണമെന്നുണ്ടെങ്കിൽ, ആ ഇബാദത്തുകൾ അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ശുക്ർ ഉണ്ടാകണം, ആ നന്ദിബോധമുണ്ടാകണം. എങ്ങനെയെങ്കിലും അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു തേട്ടം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇബാദത്തുകൾ മധുരമേറുന്നതായിട്ട് മാറുക. അപ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയുക. അപ്പോഴാണ് സൗരഭ്യത്തോടു കൂടി നമുക്ക് ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ശുക്ർ 3 രൂപത്തിലാണ്. ബിൽ ഖൽബ്, ആദ്യത്തെ ശുക്ർ, അതിന്റെ അടിസ്ഥാനം അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് നമുക്ക് അങ്ങേയറ്റത്തെ നന്ദി നമുക്ക് തോന്നണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ വിലമതിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി ബിൽ ലിസാൻ, നാവ് കൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയണം. മൂന്നാമതായി ബിൽ ജവാരിഹ്, അവയവങ്ങളിലൂടെ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കർമ്മങ്ങളായി പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഹൃദയം കൊണ്ടുള്ള ശുക്ർ എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ശുക്ർ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക എന്ന് ആലോചിച്ചാൽ അത് വളരെ സിമ്പിളായ കാര്യത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഒരുപാട് തത്വങ്ങളിലൂടെ അല്ല. വളരെ സിമ്പിളായി നാം ജീവിതത്തിൽ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന, വളരെ ചെറുതെന്ന് നമ്മൾ കരുതുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ശ്രദ്ധ ചെലുത്തുക. ഓരോ നാം അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും കുറിച്ച് നാം ആലോചിച്ചു നോക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഏറ്റവും ആദ്യമായി പറയുന്ന വാക്കുകൾ പോലും എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതം, ഒരു ദിവസം ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന, എനിക്ക് ജീവിതം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന. ഇന്നലെ രാത്രി ഞാൻ മരണപ്പെട്ടു പോയിരുന്നു. ഉറക്ക് എന്നുള്ളത് അതൊരു മരണമാണ്. ആ മരണത്തിൽ നിന്ന് അള്ളാഹു എനിക്കൊരു ജീവിതം നൽകി. ഒരുപക്ഷെ ആ ഉറക്കിൽ തന്നെ ഒരുപക്ഷെ എന്റെ റൂഹ് പിരിഞ്ഞു പോകുമായിരുന്നു. ആ ഉറക്ക് എന്റെ അവസാനത്തെ ഉറക്കായി മാറുമായിരുന്നു. പക്ഷേ അങ്ങനെ അള്ളാഹു ചെയ്തില്ല. അള്ളാഹു വീണ്ടും എന്റെ റബ്ബ് എനിക്കൊരവസരം കൂടി നൽകി. ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ കോടാനുകോടി മനുഷ്യർ ആഗ്രഹിക്കുന്ന, അവരുടെ ഏറ്റവും വലിയ ആശയാണ് ഒരു ദിവസമെങ്കിലും ഇനിയും ജീവിക്കാൻ കഴിയണം ഈ ഭൂമിയിൽ. സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം തിരുത്തണം. എന്നാൽ അള്ളാഹു ആ ഭാഗ്യം, ആ സൗഭാഗ്യം എനിക്ക് നൽകിയിരിക്കുകയാണ്. സ്വർഗം സമ്പാദിക്കാനുള്ള ഒരു ദിവസം അള്ളാഹു വീണ്ടും എനിക്ക് നൽകി. ഒരവസരം കൂടി അള്ളാഹു എനിക്ക് നൽകി. സംഭവിച്ചു പോയ കുറവുകൾ, പോരായ്മകൾ തിരുത്താനുള്ള ഒരു അവസരം അള്ളാഹു വീണ്ടും എനിക്ക് കനിഞ്ഞരുളിയിരിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതന. എനിക്ക് മാത്രമല്ല, ഞാൻ ചുറ്റിലും നോക്കുമ്പോൾ എന്റെ വീട്ടിലുള്ള എന്റെ പ്രിയതമ ജീവൻ നഷ്ടപ്പെടാതെ ഉണർന്നു വരുന്നുണ്ട്. എന്റെ മക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മാതാപിതാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല.
അവരുടെ ആരുടെയും ജീവൻ എന്റെ കയ്യിലായിരുന്നില്ല. ഒരുപക്ഷെ ഈ സുപ്രഭാതത്തിൽ ഉറ്റവരുടെ ആരുടെയെങ്കിലും വേർപാടായിരുന്നു ഞാൻ കേൾക്കേണ്ടി വന്നിരുന്നെങ്കിൽ അത് എത്രമാത്രം വലിയ ഭാരമായിട്ട് മനസ്സിന് മാറുമായിരുന്നു. അള്ളാഹു അങ്ങനെ ചെയ്തില്ല. വീണ്ടും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കണം. ആ ജീവിതത്തെ നമ്മൾ വിലമതിക്കാണ്. ആദ്യത്തെ ആ നിമിഷം ഉറക്കിൽ നിന്ന് ഉണരുന്ന ആദ്യത്തെ നിമിഷത്തിൽ തന്നെ അള്ളാഹു എനിക്ക് നൽകിയ ജീവിതം. അതുകൊണ്ട് അൽ അഹ്യാനാന്ന പറഞ്ഞത് നമ്മളെ ജീവിപ്പിച്ചു, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ജീവിതം നൽകി. അതിനെയൊക്കെയും അള്ളാഹു നമ്മൾ സ്തുതിക്കുന്നു, അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി എന്നുള്ളതാണ്. എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയ, ആഫിയത്ത് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എത്ര ആളുകളാണ് ഒരു രാത്രിയിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം അവർക്ക് ഉണരാൻ കഴിയുന്നില്ല. ജീവനുണ്ട്, പക്ഷെ പാരലൈസ് ആയി പോയി, ഒരു വശം തളർന്നു പോയി, കാല് പിന്നെ പൊന്തുന്നില്ല, കൈകാലുകൾ അനക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എത്ര മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെ എന്നെ ആക്കിയില്ല. ഇനിയും എനിക്ക് ഉണരാൻ കഴിഞ്ഞു, എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, എനിക്ക് സംരക്ഷണമുണ്ട്, സുരക്ഷിതത്വമുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്ര അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം അങ്ങേയറ്റത്തെ ശുക്രോടുകൂടി ജീവിക്കാൻ, ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവോട് അങ്ങേറ്റത്തെ താഴ്മയോടുകൂടി, അള്ളാഹു ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നിന്നോട് ശുക്ർ രേഖപ്പെടുത്തേണ്ടത് എന്ന തേട്ടത്തോടുകൂടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഷാക്കിറൻ ലി അൻഉമി, ഇബ്രാഹിം അലൈഹിസ്സലാമയെ പോലെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ രേഖപ്പെടുത്തുന്ന ഒരു നല്ല അടിമയായിട്ട്, ഒരു നല്ല അള്ളാഹുവിന്റെ അബുദായിട്ട് നമ്മൾക്ക് മാറാൻ കഴിയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരാൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ ആരോഗ്യമുണ്ട്, ഒരാളുടെ വീട്ടിൽ അന്നത്തെ ദിവസത്തിന് വേണ്ടിയുള്ള ഭക്ഷണം അയാൾക്കുണ്ട്, അയാൾ സുരക്ഷിതനാണ്, യുദ്ധഭീതിയിലല്ല, അയാൾക്ക് ഒരു കൂടാരം, ഒരു വീടുണ്ട്, ഭവനമുണ്ട്. അങ്ങനെയെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ഈ ലോകം മുഴുവൻ, ദുനിയാവ് മുഴുവൻ അയാൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം ഇതൊക്കെ മാത്രമാണ് നമുക്ക് അനുഭവിക്കാനുള്ളത്. ഇതൊക്കെയാണ് ഓരോ നിമിഷവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുരക്ഷിതത്വം നാം അനുഭവിക്കുന്നു, ഭക്ഷണം നാം അനുഭവിക്കുന്നു, സുഭിക്ഷത നാം അനുഭവിക്കുന്നു, ആരോഗ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടിയാണ് മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരാൾക്ക് ലഭിച്ചാൽ സർവ്വതും ലഭിച്ചു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നാം പലപ്പോഴും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മല്ലാ യശ്കുരിൻ നാസ ലാ യശ്കുരില്ല. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല തന്നെ. മനുഷ്യരോട് നന്ദി കാണിക്കാൻ സാധിക്കാത്തവന് ഒരിക്കലും അള്ളാഹുവിനോടും ശുക്ർ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, എത്ര മനുഷ്യരോടാണ് നാം കടപ്പെട്ടിരിക്കുന്നത്. ഈ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യരോട് നാം കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത ബന്ധത്തിൽ നമ്മൾ ആരംഭിച്ചു നോക്കുക, അതല്ലെങ്കിൽ നാം ഏറ്റവും അവഗണിക്കുന്ന ആളുകളെ നമ്മളൊന്ന് പരിഗണിച്ചു നോക്കുക. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, മുതിർന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത്, സേവനം ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അവരുടെ പ്രിയതമയായിരിക്കും, അവരുടെ ഭാര്യയായിരിക്കും. പക്ഷെ അവരോട് എപ്പോഴെങ്കിലും നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അവരോട് എപ്പോഴെങ്കിലും നന്ദിപൂർവ്വം അവരുടെ ആ സേവനങ്ങളെ നാം സ്മരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമായിരിക്കും. നമ്മുടെ ഭവനം ഏറ്റവും കൂടുതൽ വൃത്തിയാക്കിയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യമാരായിരിക്കും. നമ്മുടെ മക്കളെ നമ്മൾക്ക് സമ്മാനിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാര്യമാരാണ്. നമ്മൾക്കിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള നിഅമത്തുകൾ നാം നമ്മുടെ ഭാര്യമാരിൽ നിന്ന്, നമ്മുടെ ഇണകളിൽ നിന്ന് നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ഒരു നിമിഷം അതിന് അവരോട് ശുക്ർ ചെയ്യാൻ നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അതിനവരോട് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലെ ഈ ലോകത്ത് ഈ നമ്മുടെ ഭാര്യയല്ലാത്ത ആരാണ് നമുക്ക് വേണ്ടി കുടുംബത്തിൽ നിന്ന് മാറി, സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റാരെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും? ഒരാളെ കാണാൻ കഴിയില്ല. അപ്പൊ അത്രമാത്രം വലിയ ഒരു ത്യാഗം നമുക്ക് വേണ്ടി സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ശുക്ർ ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ആലോചിച്ച് നോക്കുക. മല്ലം യശ്കുരിൻ നാസ ലാ യശ്കുരില്ല. ഒരിക്കലും അവർക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ സാധിക്കുകയില്ല. നേരെ തിരിച്ചും, തളർന്നുറങ്ങുന്ന തന്റെ ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഒരു സ്ത്രീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ ആർക്ക് വേണ്ടിയായിരുന്നു എന്റെ ഈ ഭർത്താവ്
ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് ജീവിതത്തിന്റെ വലിയൊരു ആയുസ്സും അദ്ദേഹം ചിലവഴിച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിനുള്ള ശുക്ർ ഞാൻ അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളായിട്ട് എടുക്കുകയാണ്. ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ്, അതൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കട്ടെ, അതിനൊന്നും ഞാൻ നന്ദി ചെയ്യേണ്ടതില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക എന്താണ് നമ്മൾ നോക്കുക, പ്രവാചകന്റെ സുന്നത്ത് എന്താണെന്ന് നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദുകിറ ഖദീജ ലം യകദ് യസ്അമു മിൻ സനാഇ അലൈഹ. ഖദീജ ബീവിയെ പറ്റി പറയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വാദോരാതെ ഖദീജയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം സഹികെട്ട് ഞാൻ പറഞ്ഞു, മാ തുക്സിറു മിൻ ദിക്രിഹ വഖദ് അബ്ദലക അല്ലാഹു ഖൈറൻ മിൻഹ. എന്തിനാണ് ഖദീജയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരെക്കാൾ നല്ലവരെ അങ്ങേക്ക് പകരം അല്ലാഹു നൽകിയില്ലേ? ഇപ്പോഴും ഖദീജയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹ. ഒരിക്കലും അവളേക്കാൾ ഖൈറായതിനെ അല്ലാഹു എനിക്ക് പകരം നൽകിയിട്ടില്ല. ഖദ് ആമനത് ബി ഇദ് കഫറ ബിന്നാസ്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഖദീജ ബീവി തനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം ശുക്രോടുകൂടി സ്മരിക്കുകയാണ്, നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആരും എന്നെ വിശ്വസിക്കാത്ത കാലത്ത്, ഇപ്പൊ ഒരുപാട് അനുയായികൾ എനിക്കുണ്ട്, പക്ഷെ ആരും എന്റെ കൂടെ ഇല്ലാത്ത കാലത്ത് അവൾ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. വസദ്ദഖത്നി ഇദ് കസ്സബനി നാസ്. ആളുകളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ കളവാക്കിയപ്പോൾ എന്നെ സത്യപ്പെടുത്തിയത് അവളായിരുന്നു, എന്നെ വിശ്വസിച്ചത് അവളായിരുന്നു. വവാസത്നി ബിമാലിഹ ഇദ് ഹറമനി നാസ്. ആളുകളെല്ലാം എനിക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോ തന്റെ സമ്പത്ത് കൊണ്ട് തന്നെ എന്നെ സഹായിച്ചവൾ അവളായിരുന്നു. ശേഷം ഇതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്, അവസാനം പ്രവാചകൻ പറഞ്ഞു, വറസഖനില്ലാഹു വലദഹ ഇദ് ഹറമനി ഔലാദൻ നിസാ. മറ്റു ഭാര്യമാരിലൊന്നും എനിക്ക് മക്കളെ നൽകാത്തപ്പോ അവരുടെ മക്കളെയാണ് അള്ളാഹു എനിക്ക് റിസ്ഖായി നൽകിയത്. ആ മക്കളെ നൽകിയത് പോലും, അവളിലൂടെ എനിക്ക് എന്റെ മക്കളെ ലഭിച്ചു എന്നതുപോലും അങ്ങേയറ്റം നന്ദിയോടുകൂടി വർഷങ്ങൾക്കിപ്പുറവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്മരിക്കുകയാണ്, ഓർക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ആലോചിക്കേണ്ടത് ഏത് സമൂഹത്തിനാണ് പ്രവാചകൻ അത് പഠിപ്പിക്കുന്നത്? തന്റെ ഭാര്യ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ അതിന്റെ പേരിൽ ആ ഭാര്യയെയും ആ മകളെയും ഒഴിവാക്കി പോകുന്ന ഒരു സമൂഹത്തിലാണ് തനിക്ക് മക്കളെ നൽകി എന്നത് വർഷങ്ങൾക്കിപ്പുറവും തന്റെ ഭാര്യ തന്നോട് ചെയ്ത വലിയൊരു കരുണയായി, വലിയൊരു അനുഗ്രഹമായിട്ട്, നന്മയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുക്രോടുകൂടി നന്ദിയോടുകൂടി സ്മരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. എത്രത്തോളം എന്നാൽ സ്നേഹത്തെ പോലും റസൂൽ ഇങ്ങനെ വിലമതിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരാൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് അയാളുടെ ഔദാര്യമായിട്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി റുസിഖ്തു ഹുബ്ബഹ. ഖദീജ ബീവിയെ പറ്റി തന്നെ പ്രവാചകൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അവളുടെ ഹുബ്ബ് അള്ളാഹു എനിക്ക് റിസ്ഖായി നൽകി, സ്നേഹം എനിക്ക് റിസ്ഖായി നൽകി. അപ്പൊ ആളുകൾ നമ്മളെ സ്നേഹിക്കുക, ആളുകൾ നമ്മളെ ആദരിക്കുക, ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെയും നമ്മളൊരു അവകാശമായിട്ട് എടുത്തിരിക്കുകയാണ്. പക്ഷെ അതൊക്കെയും അവർ നമ്മോട് ചെയ്യുന്ന ഔദാര്യമാണ്. അതിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ അതിന് നാം അവരോട് ശുക്ർ ചെയ്യേണ്ടത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ചു വെക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നത്. പ്രവാചകന്റെ അവസാന വർഷം മരണപ്പെടുന്നതിന്, വഫാത്താകുന്നതിന് കുറച്ചു മുമ്പ് ഹിജ്റ 11-ാം വർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വളരെ ഹൃദ്യമായ ഒരു പ്രഭാഷണം നടത്തി. അത് കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തേങ്ങി കരഞ്ഞു. ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഇന്ന മിൻ അമന്നിന്നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കർ. എന്റെ ജീവിതത്തിൽ സൗഹൃദം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നോട് ഏറ്റവും ഔദാര്യം ചെയ്തവൻ അബൂബക്കറാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തനിക്ക് ചെയ്ത ആ സേവനങ്ങളെ റസൂൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കാം, നമ്മൾ അവർക്ക് നന്ദി രേഖപ്പെടുത്തണം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി നൽകിയ സഹായത്തെ പറ്റി മാത്രമല്ല പറഞ്ഞു, സുഹ്ബത്തിഹി, എനിക്ക് അബൂബക്കർ നൽകിയ ആ സൗഹൃദം, അതിനെ പോലും റസൂൽ വിലമതിക്കാണ്, എടുത്തു പറയാണ്. അപ്പൊ ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു, ഒരാൾ നമ്മുടെ കൂട്ടുകാരനായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകെട്ടിന് നമ്മളൊരു നന്ദി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ പേരിൽ ആ സുഹൃത്തിനെ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു വെക്കുന്നത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന് ശേഷം ഒരുപാട് യുദ്ധ തടവുകാര് അവിടെ ഇങ്ങനെ സംഗമിച്ചിരിക്കുകയാണ്, ബദറിൽ പിടിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ലൗകാനൽ മുത്തഈം ഇബ്നു അദീ ഹയ്യൻ, ഇന്നെങ്ങാനും മുത്തഈം ഇബ്നു അദീ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, സുമ്മ കല്ലമനി, ആ മുത്തഈം എന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ല തറക്തുഹും ലഹു, അദ്ദേഹത്തിന് വേണ്ടി ഈ തടവുകാരെയെല്ലാം, ഈ മുശ്രിക്കീങ്ങളായ മക്കക്കാരായ ഈ തടവുകാരെയെല്ലാം
ഞാൻ വെറുതെ മോചിപ്പിക്കുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആരാണ് ഈ മുത്തയിം? മുത്തയിം ഒരിക്കലും വിശ്വാസിയായിരുന്നില്ല. മുത്തയിം അവിശ്വാസിയായിരുന്നു. അവിശ്വാസത്തിൽ തന്നെ മരണപ്പെട്ടു പോയ ഒരു ആളാണ്. പക്ഷേ ത്വായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ സംരക്ഷണം നൽകിയ ഒരു അവിശ്വാസിയാണ് മുത്തയിം. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും പ്രവാചകൻ അദ്ദേഹത്തെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക. മനുഷ്യരോട് നമുക്ക് നന്ദി ഉണ്ടാകണം. ഹലീമ സാദിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടിയ സ്ത്രീയാണ്. ഹുനൈൻ യുദ്ധത്തിന് ശേഷം ഹലീമ ബീവി റസൂലിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ പ്രവാചകൻ കാണുന്നത്. അവരെ കണ്ട ഉടനെയുള്ള രംഗങ്ങൾ വളരെ വിശദമായിട്ട് ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം. ഉമ്മി ഉമ്മി എന്ന് വിളിച്ചുകൊണ്ട്, എന്റെ ഉമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുകയും ആ സദസ്സിലേക്ക് അവരെ ആദരവപൂർവ്വം വിളിച്ചു വരുത്തുകയും തന്റെ മേൽക്കുപ്പായം മൂരി അവിടെ താഴെ വിരിച്ച് അവരെ അതിലിരുത്തുകയും ചെയ്യുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ്? ചെറുപ്രായത്തിൽ എന്നെ മുലയൂട്ടിയവളാണ് ഈ സ്ത്രീ എന്നുള്ളത് കൊണ്ടാണ്. ശേഷം ഒരുപാട് സമ്മാനങ്ങളും പാരതോഷികങ്ങളും നൽകിക്കൊണ്ടാണ് പ്രവാചകൻ അവരെ തിരിച്ചയക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ ഒരു നന്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആളുകളോട് നന്ദി ചെയ്യണം എന്നുള്ള ഒരു ചിന്ത, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു മാതൃകയായിട്ട്. അപ്പോഴാണ് ഷാക്കിറൻ, നമ്മൾ ഷാക്കിറൻ എന്ന് അള്ളാഹു പറഞ്ഞ ശുക്രോട് കൂടിയുള്ള ജീവിതം നമുക്ക് ലഭിക്കുക. ഇന്ന് നാമായി തീർന്നിരിക്കാൻ കാരണക്കാരായ ഒരുപാട് ആളുകളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊന്ന് പിന്നോട്ടേക്ക് നോക്കുമ്പോൾ പലരെയും നമ്മൾ വിസ്മരിച്ചിട്ടുണ്ട്. പല ആളുകളെയും നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ്, നാം ആകുന്നതിന് മുമ്പ് നാം കാരണം പ്രയാസം അനുഭവിച്ചു തുടങ്ങിയ നമ്മുടെ മാതാവ്, നമുക്ക് വേണ്ടി വേദനിച്ചു തുടങ്ങിയ നമ്മുടെ മാതാവ്, ഞാൻ ഒരു ആണാണോ പെണ്ണാണോ കറുത്തവനാണോ വെളുത്തവനാണോ എന്നൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പേ തന്നെ എന്നെ അതിയായി സ്നേഹിക്കുകയും എന്നെ സ്വീകരിക്കാൻ കൊതിച്ച് കാത്തിരുന്ന എന്റെ പിതാവ്, അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കടമകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? അവരോടുള്ള ശുക്ർ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അത് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നമ്മുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, ബന്ധുമിത്രാദികൾ, അയൽപ്പക്കാര്, നമ്മുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടേതെന്ന് പറയുന്ന നമ്മുടെ ഭാര്യ മക്കളെയൊക്കെ കിട്ടാൻ കാരണമായ നമ്മുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ അനവധി ആളുകളോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ബോധ്യം നമുക്ക് വരുമ്പോഴാണ് നമുക്ക് അങ്ങേയറ്റം താഴ്മയുള്ള ആളുകളായിട്ട് മാറാൻ കഴിയുക. അപ്പോഴാണ് ഷാക്കിറായിട്ട് ഷാക്കിറൻ അല്ലാഹു പറഞ്ഞ ശുക്രോടുകൂടിയുള്ള താഴ്മയോടുകൂടിയുള്ള ജീവിതം, ആ ഒരു അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് സാധ്യമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അറബി ഭാഷയിൽ തന്നെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗർഭപാത്രത്തെ കുറിക്കാൻ ഖുർആൻ ഉപയോഗിച്ചത് റഹീം എന്ന വാക്കാണ്. റഹീം എന്തുകൊണ്ടാണ് ആ റഹീം എന്ന വാക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ നിന്നാണ് റഹ്മത്തും റഹ്മാനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്, റഹീം ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതേ മൂലപദത്തിൽ നിന്നാണ്. അപ്പോ ഗർഭപാത്രത്തെ കുറിക്കുന്ന ഒരു വാക്ക് എന്തുകൊണ്ടാണ് കരുണയെ കുറിക്കാൻ, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തെ കുറിക്കാൻ പോലും ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പണ്ഡിതൻ അതേപ്പറ്റി വിവരിക്കുന്നതിന് വളരെ ഹൃദ്യമായ ഒരു വിവരണം. അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ കരുണ അതൊരിക്കലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, അതിന്റെ ആഴം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ഒരാൾക്ക് അള്ളാഹു നമ്മോട് ചെയ്യുന്ന ആ കാരുണ്യം, ആ അനുഗ്രഹം അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയ ഒരു രൂപം അത് നമുക്ക് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട നമ്മളിൽ ഉടലെടുത്ത ആ ബന്ധത്തിൽ നിന്ന് മനസ്സിലാകും. ഗർഭപാത്രത്തിലേക്ക് നോക്കിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഗർഭപാത്രത്തിലേക്ക് നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തിരിച്ചറിയാൻ കഴിയുക? ശേഷം അദ്ദേഹം വിവരിച്ചു, ഗർഭപാത്രത്തിൽ ഒരു മാതാവ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ഒരു റഹ്മത്ത് എന്നുള്ളത് ഒരർത്ഥത്തിലും തിരിച്ച് നന്ദി പ്രതീക്ഷിക്കാതെ തിരിച്ച് നന്ദികേട് മാത്രം കാണിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു, ആ കുട്ടിയോട് അനുഗ്രഹങ്ങൾ ചെയ്യുന്നു, ആ കുട്ടിക്ക് വേണ്ടി ഉറക്കമൊഴിയുന്നു. അങ്ങനെയുള്ള ഒരു മാതാവിന്റെ ആ റഹ്മത്തിനെ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരു മാതാവ് ഭക്ഷണം കഴിക്കുന്നു, അതിനുള്ള പോഷകങ്ങളെല്ലാം ആ കുഞ്ഞ് വലിച്ചെടുക്കുന്നു. ശേഷം അതിന്റെ നന്ദി സൂചകമായി കുഞ്ഞ് കൊടുക്കുന്ന ഒരു വേദനയാണ്, ചിലപ്പം തൊഴിയാണ്, ചിലപ്പം ഉറക്കക്കെടുത്തലുകളാണ്. അതൊക്കെ കഴിഞ്ഞ് 9 ആ പണ്ഡിതന് വിവരിക്കാണ് 9 മാസം 10 മാസം അവിടെ സുഖമായി വളരെ സുരക്ഷിതമായി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഇത്രയും കാലം വളരെ സുരക്ഷിതനായി എന്നെ ഇവിടെ നിർത്തിയതിന്റെ ഒരു നന്ദി സൂചകമായിട്ട് ആ കുഞ്ഞ് നൽകുന്നത് എന്താണ്? അതിശക്തമായ ഒരു വേദനയാണ്. ആ വേദനയോടുകൂടിയാണ്, വേദന സമ്മാനിച്ചുകൊണ്ടാണ് കുഞ്ഞ് ഈ ലോകത്തേക്ക് വരുന്നത്. പക്ഷെ ആ കുഞ്ഞിനോടൊരു നിമിഷം പോലും ആ മാതാവിന് ഇത്രമാത്രം എന്നെ വേദനിപ്പിച്ചവൻ എന്ന ചിന്ത വരുന്നില്ല. ആ കുഞ്ഞിനോട് വീണ്ടും വീണ്ടും സ്നേഹം അധികരിക്കാണ്, സ്നേഹത്തോടുകൂടി ആ കുഞ്ഞിനെ ചേർത്ത് വെക്കാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു മാതാവിന് ഇത് സാധിക്കുന്നത്? ഒരു മാതാവിന് ഒരു
കുഞ്ഞിനോടല്ലാതെ ലോകത്ത് മറ്റൊരു ബന്ധത്തിലും ഇത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നു, അതിന് പകരമായിട്ട് അയാൾ നമ്മളെ സ്നേഹിക്കുന്നു, അയാളോട് തിന്മ ചെയ്യുന്നു, അയാൾ തിരിച്ച് നമ്മോട് നന്മ ചെയ്യുന്നു. ഇത് ഇബാദുകളും പടച്ചവനും തമ്മിലല്ലാതെ, റബ്ബും ഇബാദുകളും തമ്മിലുള്ള ബന്ധത്തിലല്ലാതെ മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്തിന്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ, ചെറിയൊരു രൂപമാണ് ഈ ഗർഭപാത്രത്തിൽ നമ്മൾ കാണുന്നത് എന്ന് ആ പണ്ഡിതൻ വിവരിക്കുന്നത്. ആ രൂപത്തിൽ നമ്മോട് കരുണ ചെയ്ത ആളുകളോട് നമുക്ക് ശുക്ർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യുക? അതുകൊണ്ടാണ് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞത്, അനിഷ്കുർലി വലിവാലിദൈ, എന്നോട് ശുക്ർ ചെയ്യണം, അതോടുകൂടി തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ശുക്ർ ചെയ്യണം. ആ മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങി ഒരുപക്ഷെ നമ്മെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് സ്വീകരിച്ച, നമ്മളെ വൃത്തിയാക്കിയ ആ വയറ്റാട്ട് മുതൽക്ക് നിരവധി ആളുകളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ രൂപത്തിലൊരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു താഴ്മയുണ്ടാകുക. അതിലൂടെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ ശുക്രുള്ളവരായിട്ട് നമുക്ക് മാറാൻ കഴിയുക. നമ്മുടെ അഹങ്കാരമില്ലാതായിട്ട് മാറുക, അവകാശവാദങ്ങൾ ഇല്ലാതായിട്ട് മാറുക, നമ്മുടെ ഈഗോ ഇല്ലാതായിട്ട് മാറുക. അങ്ങനെ ശുക്രുള്ളവരായിട്ട് മാറുമ്പോൾ ലഅസീദന്നക്കും അള്ളാഹു പറഞ്ഞതുപോലെ വീണ്ടും നിരവധി കാര്യങ്ങൾക്ക് ശുക്ർ ചെയ്യാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകും. ലഅസീദന്നക്കും, അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ ചെയ്താൽ അതിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും ആ ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദി ചെയ്യാൻ, ശുക്ർ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുറന്നു തന്നുകൊണ്ടേയിരിക്കും. അതല്ല നമ്മൾ നന്ദികേട് മാത്രമാണ് ജീവിതത്തിൽ കാണിക്കുന്നത്. ഇന്നൽ ഇൻസാൻ റബ്ബിഹി ലകനൂദ് എന്ന് ഖുർആൻ വിവരിച്ചതുപോലെ എപ്പോഴും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പോരായ്മകളും മാത്രം പറഞ്ഞ് അതിൽ പരാതിപ്പെട്ട് അതിൽ വ്യസനിച്ച് ഇങ്ങനെ ജീവിക്കാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതാവസാനം വരെ ആ പല പരാതികളുമായിട്ട് ജീവിക്കേണ്ട ഗതിയായിരിക്കും അള്ളാഹു അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകാത്തതിലേക്ക് നോക്കുന്നതിന് പകരം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നോക്കുക. അള്ളാഹു നമുക്ക് നൽകാത്തത് പോലും അള്ളാഹു നമ്മോട് ചെയ്ത ഒരു അനുഗ്രഹമാണ് നമ്മൾ മനസ്സിലാക്കുക. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മനുഷ്യർ ആഗ്രഹിക്കുന്നത് പോലെ അവർക്കൊക്കെ റിസ്ക് ഞാൻ വിശാലമായി കൊടുത്തിരുന്നുവെങ്കിൽ അത് അവർക്ക് തന്നെ എതിരായിട്ട് മാറുമായിരുന്നു, അവർ അതിലൂടെ നശിച്ചു പോകുമായിരുന്നു, അവരുടെ നാശത്തിന് തന്നെ അത് കാരണമാകുമായിരുന്നു. ആ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വിലമതിച്ചുകൊണ്ട് ശാക്രീയങ്ങളായിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ ജീവിതത്തിൽ സംതൃപ്തി നമുക്ക് ലഭിക്കുക. അപ്പോഴാണ് സ്വസ്ഥത നമുക്ക് സാധ്യമാവുക. അപ്പോഴാണ് തലക്കനമില്ലാത്ത, തലഭാരമില്ലാത്ത, ഒരുപാട് പ്രതീക്ഷകളില്ലാത്ത സ്വസ്ഥമായ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നമ്മളിൽ സാധ്യമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ താഴ്മയുള്ള ശാക്രീയങ്ങളായി ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹങ്കാരത്തെ തൊട്ട് നന്ദികേടിനെ തൊട്ട് അള്ളാഹു നമ്മെ കാണിക്കുമാറാകട്ടെ. അള്ളാഹുവിനോടും അവന്റെ പടപ്പുകളോടും അടിയാറുകളോടും നന്ദിയോടുകൂടി വർത്തിക്കുന്ന സാലിഹീങ്ങളായ അടിയാറുകളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.